ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് നാളായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ ജിമ്മിൽ തന്നെ അവർ ബോക്സിങ്ങും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നാൾ ബോക്സിങ് പഠിച്ച് ഒക്കെ തുടങ്ങി. അപ്പോഴാണ് ഞാനൊരു ബോക്സിങ്ങിനൊരു റാപ്പ് ഉണ്ട് എന്നുള്ള സംഗതി അറിയുന്നത്. അപ്പോൾ ഈ റാപ്പ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇടയ്ക്ക് യൂട്യൂബ് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ അത് കുറേ ചുറ്റണം. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാനത് ട്രൈ ചെയ്ത് നോക്കി, മഹാ ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനിയിപ്പോൾ റാപ്പൊന്നും വേണ്ട, റാപ്പില്ലാതെ ചെയ്തിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും എൻ്റെ കൈക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള കോൺഫിഡൻസിൽ ഞാനിങ്ങനെ ബോക്സിങ് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ കഴിഞ്ഞ ആഴ്ച കുറച്ച് അധികം പഞ്ച് ചെയ്യേണ്ടി വന്നു. അത് പഞ്ച് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ വേദന ഞാൻ ശരിക്കറിഞ്ഞു. അതായത് ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഒരു ഭാഗം എൻ്റെ അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ ഒരാഴ്ചക്ക് ഈ വേദന, നമ്മുടെ തമ്പുണ്ടല്ലോ, എനിക്ക് തമ്പൊന്നും അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര, അപ്പം ഞാനിങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഈ തമ്പ് ഒഴിവാക്കിയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഒരു പേടി പോലെയായി. ഈശ്വര, ഒരു തമ്പ് പോലും ഇല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് ഒട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഞാനതിൻ്റെ ഒരു റാപ്പ് ഇടുന്നത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞൊരാഴ്ചയിൽ ഞാനത് ശരിക്കും മനസ്സിലാക്കി. അപ്പം ഞാൻ ഇന്ന് കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടു. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ബോക്സിങ് റാപ്പ് ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കുക ആൻഡ് സ്പീഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ പഠിക്കുന്നതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ആരെങ്കിലും ഇതുപോലെ ബോക്സിങ് ചെയ്യാൻ പഠിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് റാപ്പ് ചെയ്യാണ്ടിരിക്കരുത്. ഇനി റാപ്പ് ചെയ്യൽ എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സോ ഇതാണ് എൻ്റെ കയ്യിലുള്ള റാപ്പ്. പിന്നെ നല്ല ലെങ്ത് ഉണ്ട്, ഉണ്ടോ? അപ്പോൾ കുറേ ചുറ്റണം. അതൊക്കെ ഒരു വലിയ പണിയാണ്. എനിക്ക് ഇതെല്ലാം മടിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ മടി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പഠിച്ചാലോ? എനിക്ക് ആക്ച്വലി അവിടുന്ന് ഒരു 2 പ്രാവശ്യം ജിമ്മിന്ന് ഇത് ചെയ്തു തന്നിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് അറിയുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാം, പക്ഷെ അറിയില്ലെന്ന് ചോദിച്ചാൽ അറിയില്ല. അതായത് സ്വന്തമായിട്ട് ചെയ്യാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ അറിയില്ല. അതായത് ഇത് ബോക്സിങ് ചെയ്യുമ്പോൾ നമ്മളിത് ടൈറ്റായിട്ട് റാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര ശക്തിയിലൊക്കെ പഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പെയിനാണ്. അപ്പോൾ എനിക്ക് അവർ ചെയ്ത് തന്നത് ഒരു ഇതുപോലെ ഓർമ്മയുണ്ട്, പക്ഷെ എനിക്ക് എന്നാൽ എക്സാക്ട്ലി ചെയ്യാൻ അറിയില്ല. എൻ്റെ ഏറ്റവും വലിയൊരു മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഫസ്റ്റ് സെഷൻ ഒരു വേറെ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ഉണ്ടാവും, അതിനുശേഷമാണ് ബോക്സിങ്. അപ്പോൾ അതിനിടയിൽ ഒരു 5 മിനിറ്റ് ഗ്യാപ്പാണ്. അപ്പോൾ ആ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടി എനിക്ക് എപ്പോഴും ഉണ്ടാവലുണ്ട്. അപ്പം ഞാൻ ആ 5 മിനിറ്റ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സിൽ എത്ര പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും 2 കൈയിലും. കാരണം ഒരു പ്രാവശ്യം ഞാനിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരു കൈ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നും കൂടി ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല ഇത്ര ചെറിയ ടൈമിനുള്ളിൽ എന്നുള്ളത് എനിക്ക് തന്നെ ഒരു ഇത് വന്നുപോയി. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളൊരു ടാസ്കും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? എന്നാൽ പിന്നെ തുടങ്ങിയാലോ? ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്യാം. അതിൽ സംശയം വേണ്ട. ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് അഴിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ആദ്യം നമ്മളുടെ ഈ തമ്പ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഫസ്റ്റ് റൈറ്റ് ഹാൻഡാണിത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് കാണുമ്പോൾ തിരിഞ്ഞായിരിക്കും തോന്നുന്നത്, പക്ഷേ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ റൈറ്റ് ഹാൻഡിൽ ഫസ്റ്റ് ഈ സംഭവം ഇങ്ങനെ ചെയ്യാം. ആൻഡ് ഇത് നമ്മുടെ റിസ്റ്റിനെ ഇങ്ങനെ തിരിച്ച് 1 2 3 ടൈംസ് ആദ്യം റാപ്പ് ചെയ്യാം. ആൻഡ് let's see what is next. എങ്ങനെ തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, അവിടെയാണ് പ്രശ്നം. ചേട്ടാ, ഞാൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. Go around the middle finger.
Go around the middle finger. ഇതൊരു വൃത്തിയിൽ വരുന്നില്ല കേട്ടോ. ഇതൊക്കെയാണ് ഒരു ചെറിയ പ്രശ്നങ്ങൾ. അതായത് ഇതൊന്ന് നീറ്റായിട്ട് വരിക, നമുക്കൊരു എന്ന് പറഞ്ഞാൽ നീറ്റാവുക എന്നുള്ളതിലുപരി മേ ബി ഇതിങ്ങനെയാണോ, ഐ തിങ്ക് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. നീറ്റും ആവണം, കംഫർട്ടബിളും ആവണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മളിത് പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ മിഡിൽ ഫിംഗറിന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം ഇതെങ്ങനെ പോയി? ഇതുവരെ എത്തി. എനിക്ക് മനസ്സിലാവാത്തതുണ്ടല്ലോ. ഇപ്പം ഇതൊക്കെ ഞാൻ ഇങ്ങനെ റാപ്പ് ചെയ്തു. പക്ഷെ സത്യം പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഈ ഫിംഗർ എത്തിയപ്പോഴത്തേക്കും ഇത് കൺഫ്യൂഷനായി, ഇത് എങ്ങനെയാണ് റാപ്പ് ചെയ്തതെന്ന്. മനസ്സിലായില്ലേ? എൻ്റെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളൊരു സംഭവമാണ്. എനിക്ക് ഈ ഫിംഗർ ഈസിലി റാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഫിംഗറൊക്കെ കൺഫ്യൂഷൻ തന്നെ. പക്ഷെ എങ്ങനെയോ ചെയ്തു. ഇപ്പോഴത്തെ ഞാൻ ഇവിടെ വീണ്ടും സ്റ്റക്കായി. സോ വൺസ് അഗൈൻ അല്ല, ഇത് വീണ്ടും അതൊന്ന് ആ ഒരു നാക്ക് കിട്ടിയില്ലെങ്കിൽ, ആ ഒരു നാക്ക് കിട്ടിയോ? കിട്ടിയില്ല. ഇത് കിട്ടി. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണോ, അത്രയും ചിന്തിക്കാനില്ലാന്ന് തോന്നുന്നു. അതാണ്, ചില കാര്യങ്ങൾ ചിന്തിക്കണ്ട, ചില കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ മതി. പക്ഷേ ടൈറ്റാണോ? എന്നുവെച്ചാൽ ടൈറ്റ് ആവാൻ വേണം, പക്ഷെ നമ്മൾ കംഫർട്ടബിളും ആവണം, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. ബട്ട് ലെറ്റ്സ് സീ. ഇപ്പോൾ ഒരു പരിധി ആയിപ്പോയി. പക്ഷെ എൻ്റെ കൈ കാണാനില്ലല്ലോ. അതുപോലെയല്ല യൂട്യൂബിലുള്ളത്. അധികം ഭംഗി നോക്കേണ്ടി വരില്ലായിരിക്കും. ഇത് എന്നിട്ട് ഫുൾ ഇവിടെ റാപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ ദൈവമേ, ഇതിപ്പോൾ കുറച്ചധികം. എൻ്റെ ഈശ്വര, റാപ്പ്. എൻ്റെ കൈ ഒന്നാമത് ചെറുതാട്ടോ, അതുകൊണ്ട് ആണോ ഇനി ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ പോയാ ഓ മൈ ഗുഡ്നസ്. ഓ നോ, വലിയൊരു പണിയില്ല. അപ്പം നമ്മളിത് ഇവിടെ തിരിക്കുന്നു, നമ്മളത് ഇങ്ങനെ ചെയ്യുന്നു. എപ്പടി ഇരിക്കേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൂടി ഒന്ന് ട്രൈ ചെയ്യും. എന്നിട്ട് നമുക്ക് നോക്കാം, നമുക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ. നമുക്ക് ഈ റാപ്പ് ചെയ്ത കൈ വെച്ചിട്ട് തന്നെ ഇതിൽ ചെയ്ത് നോക്കാം. ആൻഡ് ഹൗ ഈസിലി വി ക്യാൻ ഡൂ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് വിൽ ട്രൈ വൺസ് അഗൈൻ മേ ബി, ആൻഡ് ദെൻ ലെറ്റ്സ് സീ. ഓക്കെ, സോ വാച്ച് മൂവിങ്. എന്തോ ഒരു കൺഫ്യൂഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അഗൈൻ എനിക്ക് ഈ ഫിംഗർ ഭയങ്കര ഈസിലി റാപ്പ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ഈ ഒരു ഷേപ്പിൽ വരുന്നുണ്ട്. എനിക്ക് ബാക്കി ഫിംഗേഴ്സ് വരുമ്പോഴത്തേക്ക് എനിക്കത് എങ്ങനെയാണ് റിസ്റ്റിന്ന് ഇത് കൊണ്ടുപോകണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ലെറ്റ് മീ ഫിഗർ ഇറ്റ് ഔട്ട്. ഓക്കെ, ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്നറിയോ? അതായത് ഈ സംഭവം കണ്ടോ, അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ഫിംഗർ റാപ്പ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഫിംഗറിലോട്ട് പോകുമ്പം തിരിച്ചിങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യുക. ആൻഡ് അഗൈൻ യു ആർ ഗോയിങ് അറൗണ്ട് ആൻഡ് ദെൻ യു ആർ ഗോയിങ് വിത്ത് യുവർ നെക്സ്റ്റ് ഫിംഗർ. അപ്പം ഇങ്ങനെയല്ല നമ്മൾ റാപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ചുറ്റി റാപ്പ് ചെയ്യുക. ആൻഡ് ദെൻ അഗൈൻ ഗോ അറൗണ്ട് യുവർ റിസ്റ്റ്. അപ്പം എന്തോ ഒരു കാര്യം മനസ്സിലായ പോലെ ഉണ്ട്. എന്തായാലും നോക്കാം. ഈ ഹാൻഡ് ഇപ്പം എനിക്ക് അതിൽ കൺഫ്യൂഷൻ പോയി. എനിക്ക് റൈറ്റ് ഹാൻഡിലിപ്പം ആണൊരു കൺഫ്യൂഷൻ. മേ ബി ഇത് ചെയ്തതുകൊണ്ട് ചിലപ്പം ആ കൺഫ്യൂഷൻ കുറയുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. Yeah, we are done with it.
Yeah, wrapped. Learning stage is done. Now let's see how easily we can do. ടൈമറും കൂടി വെച്ചാലോ? പക്ഷെ രണ്ടും രണ്ട് രീതിയിലാണോ റാപ്പ് ചെയ്തിട്ടുള്ളത്? അല്ലല്ലല്ല, സെയിം ആണ്. പക്ഷെ ഇത് കുറച്ചും കൂടി നീറ്റാണ്, ഇത് അത്ര നീറ്റല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റൈറ്റ് ഹാൻഡ് കുറേ അധികം ഒന്ന് കൺഫ്യൂഷനും ഒക്കെ ആയി. ബട്ട് ഐ തിങ്ക് മൈ ലെഫ്റ്റ് ഹാൻഡ് ലുക്സ് എ ബിറ്റ് മോർ neat and better. My right hand doesn't. So let's try again. ഞാൻ എന്തൊരു സുഖം. അല്ലെങ്കിലും ഒരു സാധനം നശിപ്പിക്കാൻ വലിയ സുഖമാണ്, പക്ഷെ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള പാടാണ് മേജർ പാട്. വാവ്, ഇതാണ് ഫേവറേറ്റ്. ഹാൻഡ്സ് ഫ്രീ. So let's try again. എനിക്ക് തോന്നുന്നു ഞാനിത് ഫുള്ള് ഇത് കണ്ടോ, ഐ തിങ്ക് ദർ ഇസ് സം മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് റൈറ്റ് ഹാൻഡിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഞാനിത് ആക്ച്വലി ഇത് ഇപ്പുറത്തും വേണ്ടതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് വാച്ച് നിർത്തി, ഇപ്പം ഇതായിരുന്നു. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഇൻവാലിഡ്. we have to try it again. Oh my god. അയ്യോ, പി റാപ്പ് കണ്ടോ? ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ച പോലെ വന്നു. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ഒന്ന് അങ്ങനെ റഫായിട്ട് ചെയ്ത് നോക്കണം എന്ന് തോന്നുന്നു, എന്നിട്ട് ആ റാപ്പ് ഫിക്സ് ചെയ്യാന്നുള്ളതാണെന്ന് തോന്നുന്നു. എനിവേ, ഞാൻ വീണ്ടും ടൈമർ ഓൺ ആക്കാൻ പോവാണ്. ആൻഡ് ദെൻ ലെറ്റ്സ് സീ. തിരിഞ്ഞ് ഐ തിങ്ക് ദിസ് ഇസ് മൈ പ്രോബ്ലം, നോട്ട് എ റാപ്പ് പ്രോബ്ലം. ഇപ്പം എനിക്ക് ട്രിക്ക് കുറച്ച് ഇപ്പം ടെക്നിക്ക് പിടികിട്ടി. ഓ, ടൈമറൊന്നും ഇട്ടില്ല കേട്ടോ, കാരണം ഐ തിങ്ക് ടൈമറിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ എത്ര ടൈം എടുത്ത് ചെയ്യുന്നു നോക്കാം. മേ ബി അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇപ്പം ഇത്രയും മനസ്സിലായി. അപ്പോൾ അത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ പ്രയോഗിക്കാൻ പറ്റുന്നുണ്ടോ? വേണമെങ്കിൽ ഒരു ടൈമറും കൂടി വെച്ച് നോക്കാം. ഇങ്ങനെയാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു നിഗമനം. കൺഫ്യൂഷനായി. ബട്ട് ഐ ആം ഡിറ്റർമൈൻഡ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. ഞാൻ തമ്പ് റാപ്പ് ചെയ്യാൻ മറന്നുപോയി, വിച്ച് ഇസ് എ മിസ്റ്റേക്ക്, വൺ മിസ്റ്റേക്ക്. ആൻഡ് ഇതിൽ വീണ്ടും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ലെറ്റ് മീ സോർട്ട് ഇറ്റ് ഔട്ട്. എപ്പോഴും എനിക്ക് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻസിലൊക്കെ ഭയങ്കര ഇതുണ്ടാവുന്നത്. അപ്പോൾ ഇത് ചുറ്റിയിട്ട് ഇത് ഇങ്ങനെ വരണ്ടേ, ആ ഡയറക്ഷനാണ് എനിക്ക് കൺഫ്യൂഷൻ വരുന്നതെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായത്. സോ ഹോപ്പ്ഫുള്ളി ബോക്സിങ് മാത്രമല്ല, എന്നെ ഡയറക്ഷനും പഠിപ്പിക്കും മിക്കവാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ. സോ ഒന്നല്ല ഗുണം, മനസ്സിലായില്ലേ? ഓക്കെ, ദിസ് വർക്ക്സ് ആൻഡ് ദെൻ വി ആർ റാപ്പിംഗ് ഇറ്റ് അഗൈൻ. ദെൻ വി ആർ ഡൂയിങ് ഇറ്റ് അഗൈൻ. കുഞ്ഞ് ഫിംഗറിൻ്റെ അടുത്തേക്ക് പോകുന്നു, കുഞ്ഞ് ഫിംഗർ റാപ്പ് ചെയ്യുന്നു, നമ്മളിത് ചെയ്യുന്നു. ആൻഡ് ദെൻ വി ഗോ, നമ്മൾ വീണ്ടും റാപ്പ് ചെയ്യുന്നു. ദെൻ വി ഗോ ബാക്ക് ടു ആർ തംബ് ആൻഡ് തംബ് റാപ്പ് ചെയ്യുന്നു. ആൻഡ് ദെൻ വി ഗോ ബാക്ക് ടു ആർ റിസ്റ്റ്. അങ്ങനെ ബാക്കിയുള്ളത് റിസ്റ്റിൽ ചുറ്റും. Do you think this is അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇത് കറക്റ്റ് ചെയ്യണമല്ലേ?
സത്യം പറഞ്ഞാൽ ചെയ്ത് പഠിക്കുമ്പോൾ ഇതിൻ്റെ ഈസും കൂടും. ആൻഡ് ഐ തിങ്ക് കുറേ കൂടി കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ചെയ്യാനും പഠിക്കും, ആ ഡയറക്ഷൻസ് പഠിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്. സോ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഇത് എൻ്റെ ഒരു ലേണിങ്ങിന് വേണ്ടിയിട്ട് ഐ തോട്ട് മേക്കിംഗ് എ വീഡിയോ വിൽ ഹെൽപ്പ് മീ ബെറ്റർ. ആൻഡ് ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മേ ബി ഇറ്റ് വിൽ ബി ഈസിയർ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഐ ഹോപ്പ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ഇൻ സം വേ. സോ സീ യു ഇൻ അനദർ വീഡിയോ ആൻഡ് ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇതിപ്പോൾ ഞാൻ കയ്യിൻ്റെ ക്ലോസപ്പ് ആയിട്ടൊന്ന് റാപ്പ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഹിയർ ഇറ്റ് ഈസ്. ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.